ഞങ്ങളിപ്പോഴുള്ളത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുൻവശമാണ്. 2025 സഭയിൽ വളരെ പ്രാധാന്യമുള്ളൊരു വർഷമാണ്. ജൂബിലി വർഷം 2025. എന്താണ് ജൂബിലി വർഷം? എന്താണ് അതിന് പിന്നിലെ ചരിത്രം? ചുരുക്കി പറഞ്ഞാൽ 25 വർഷത്തിലൊരിക്കൽ പാപമോചനത്തിനും ദണ്ഡവിമോചനത്തിനും പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും അതുപോലെ തന്നെ തീർത്ഥാടനത്തിനും വേണ്ടിയുള്ള ഒരു പ്രത്യേക വർഷം. 1300 ബോണിഫസ് എട്ടാമൻ യുദ്ധവും പകർച്ചവ്യാധിയും വിതച്ച നാശത്തിൽ നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ആദ്യമായി ജൂബിലി ഇയർ പ്രഖ്യാപിച്ചത്. തുടക്കത്തിൽ 100 വർഷം കൂടുമ്പോഴായിരുന്നു ജൂബിലി ഇയർ ആഘോഷിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് അത് 50-ഉം 33-ഉം ഇപ്പോഴിതാ 25 വർഷവുമായി. 2033 ക്രിസ്തുവിന്റെ മരണത്തിന്റെ 2000 വർഷം കുറിക്കുന്നതിന്റെ ഭാഗമായി ഒരു അസാധാരണ ജൂബിലി വർഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കരുണയുടെ വാതിൽ ഡിസംബർ 24 മാർപ്പാപ്പ തുറക്കുന്നതിലൂടെ ജൂബിലി വർഷത്തിന് തുടക്കമാവുകയാണ്. പിന്നീട് മറ്റ് പേപ്പൽ ബസിലിക്കയിലെ വാതിലുകളും പരിശുദ്ധ പിതാവ് തുറക്കുന്നതാണ്. പിൽഗ്രിമേജ് ഓഫ് ഹോപ്പ്, അതായത് പ്രത്യാശയുടെ തീർത്ഥാടനം. ഈ വാക്യമാണ് ഈ വർഷത്തെ ജൂബിലിയുടെ തീമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജൂബിലിയുടെ ചരിത്രമുള്ളത് യഹൂദ പാരമ്പര്യത്തിലാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്ന 50 വർഷം കൂടുമ്പോഴുള്ള ഓരോ ശുദ്ധീകരണത്തിന്റെ വർഷത്തിൽ നിന്ന് നമുക്കത് വളരെ വ്യക്തമാണ്. അതായത് ഓരോ ജൂബിലി വർഷവും ആഘോഷിക്കുന്നതിന്റെ ആധ്യാത്മികമായ ലക്ഷ്യം എന്താണ്? ഗോഡ് ഈസ് ദ ക്രിയേറ്റർ, ഗോഡ് ഈസ് ദ ഓണർ ആൻഡ് ഗോഡ് ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ഓൾ എന്ന ഗോഡ് സെൻട്രിക് ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിനുള്ള ആഹ്വാനമാണിത്.